കണ്ണൂർ കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 അഭിനേത്രികൾ മരിച്ച കാര്യം. അവരുടെ സംസ്കാരം ഇന്ന് നടക്കും. മലയാള നാടകവേദികളിൽ കത്തി നിന്ന 2 നടിമാരാണ് കാലയവനികയ്ക്കുള്ളിൽ കടന്നുപോയത്. അല്പസമയത്തിനകം കായംകുളം KPSCയിൽ ഈ 2 മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് അറിയുന്നത്. മുതുകുളത്തെ അഞ്ജലി, കരുനാഗപ്പള്ളിയിലെ ജെസ്സി മോഹൻ എന്നിവരാണ് ഇന്നലെ മരിച്ചത്. വിശദാംശങ്ങളുമായി മനീഷ് മഹിബാൽ ചേരുന്നു. ഈ നാടകലോകത്ത് ഒരുപാട് കാലം ഇനി നല്ല കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരേണ്ട 2 പേരാണ് കടന്നുപോയത്. വിവരങ്ങൾ, സംസ്കാരത്തിൻ്റെ മറ്റു വാർത്തകൾ. SKN ഇരുവരും ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ദേവ കമ്മ്യൂണിക്കേഷൻ്റെ നാടകമായിട്ടുള്ള വനിതാ മെസ്സ് ഇന്ന് അരങ്ങിലെത്തിയിരുന്നെങ്കിൽ ഈ 2 പേരും ഇന്ന് ആ നാടകത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇരുവരുടെയും മൃതദേഹം, അഞ്ജലിയുടെയും ജെസ്സിയുടെയും മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ അവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ടാകും, അല്പസമയത്തിനകം എത്തിക്കും. 8 മണി മുതൽ 9 മണി വരെയാണ് KPSC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം 9 മണിക്ക് ശേഷം മുതുകുളത്തുള്ള അഞ്ജലിയുടെ വസതിയിലേക്കും ഒപ്പം തന്നെ കൊല്ലം കരുനാഗപ്പള്ളിയിലെ ജെസ്സിയുടെ വസതിയിലേക്കും മൃതദേഹം കൊണ്ടുപോകും. ഇന്ന് തന്നെ അവരുടെ വീട്ടുവളപ്പിലായിരിക്കും ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ തന്നെ നടക്കുക. ഈ കഴിഞ്ഞ നവംബർ 1-ാം തീയതിയായിരുന്നു കേരളത്തിൽ ചെറിയ വേദികളിൽ തന്നെ അവതരിപ്പിച്ചപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള വനിതാ മെസ്സ് നാടകം. അതിലെ പ്രധാന 2 നടിമാരാണ്. ഈ നാടകത്തിന് ആദ്യ 2 സ്റ്റേജുകളിൽ തന്നെ അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ തന്നെ 50-ലധികം വേദികൾ ലഭിച്ചു എന്നാണ്. അതായത് കഴിഞ്ഞ അടുത്ത മാസങ്ങളിലേക്കൊക്കെ തന്നെ ഒരുപാട് ബുക്കിങ്ങുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 14-ാം തീയതി, അതായത് മിനിഞ്ഞാന്നായിരുന്നു കണ്ണൂർ കടന്നപ്പള്ളിയിൽ ഈ നാടകം അരങ്ങേറിയത്. അതിനുശേഷം സുൽത്താൻ ബത്തേരിയിലേക്കുള്ള യാത്രയിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പലപ്പോഴും നാടകത്തിലേക്ക് വരുന്ന ആളുകളുണ്ട്. അതൊരു ജീവിത ഉപാധിയായി എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല, ഇവർക്ക് നാടകം ഒരു ലഹരിയാണ്. ചെറിയ നാൾ മുതൽ തന്നെ നാടകത്തിലേക്ക് വരികയും നാടകത്തിന്റെ പാരമ്പര്യമുള്ളവരാണ്. 2 പേരുടെയും ഭർത്താക്കന്മാരും നാടകവുമായി ബന്ധപ്പെട്ടവരാണ്. അഞ്ജലിയെ പറ്റി പറയുകയാണ്, അഞ്ജലിയുടെ വിവാഹം തന്നെ ഉണ്ടാകുന്ന നാടക ജീവിതത്തിനിടെ പരിചയപ്പെടുകയാണ്, ഉല്ലാസിനെ പരിചയപ്പെടുകയും അങ്ങനെയാണ് വിവാഹം കഴിക്കുന്ന പോലും. അഞ്ജലിയുടെ വീട് പത്തനംതിട്ട കോന്നിയിലാണ്. വിവാഹത്തിന് ശേഷമാണ് ആലപ്പുഴ മുതുകുളത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി ജെസ്സിയുടെ കാര്യമാണ്. ജെസ്സിയുടെ ഭർത്താവ് തേവലക്കര മോഹനാണ്. അദ്ദേഹം നേരത്തെ മരണപ്പെട്ട ആളാണ്. അങ്ങനെ 2 പേരുടെയും ജീവിതവും നാടക പ്രവർത്തകരുമായിട്ടുള്ള അഭേദ്യമായ ബന്ധവും കേരളത്തിൽ ചെറിയ കാലം കൊണ്ട് തന്നെ അടയാളപ്പെടുത്താൻ പറ്റിയ നാടകവേദികളിൽ ചെറിയ നാടകങ്ങൾ കൊണ്ട് തന്നെ പറ്റിയ ആളുകളാണ്. അതിൽ അഞ്ജലിയുടെ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അഞ്ജലിയുടെ മകൻ ഡ്രോൺ, എവിടെ അഞ്ജലി ഒരു പരിപാടിക്ക് പോയാലും ദൂരെ എവിടെയെങ്കിലും നാടകത്തിനൊക്കെ പോയാലും തിരിച്ചു വരുമ്പോൾ മകൻ ഡ്രോണിന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ മകൻ ഡ്രോൺ അമ്മയെ കാത്തിരിക്കുകയാണ്. പക്ഷേ എങ്ങനെ ആശ്വസപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്കറിയില്ല. അരങ്ങിൽ ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഇപ്പോൾ കരയിപ്പിച്ചും അതിന്റെ തിരശ്ശീലേക്ക് മാഞ്ഞു പോകുന്നതിന്റെ വലിയ വേദനയിലാണ് നാട്. 9 മണിയോടെ ത്തിന് മുൻപുള്ള പൊതുദർശനം അവസാനിച്ച ശേഷം 2 പേരുടെയും വീടുകളിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. ഓക്കെ മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. മുതുകുളത്തെ അഞ്ജലിയുടെയും കരുനാഗപ്പള്ളിയിലെ ജെസ്സി മോഹൻ്റെയും സംസ്കാരമാണ് ഇന്ന് നടക്കുക. മലയാള നാടകവേദിയിൽ ഒരുപാട് കാലം ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു 2 പേരെ നമുക്ക് നഷ്ടപ്പെട്ടു. നാടകവേദി തന്നെ വല്ലാത്ത ദുർഘടം പിടിച്ച വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ വാഹന അപകടം കൂടി ഉണ്ടായത്. രാത്രി കാലമാണ് മിക്കവാറും നാടകവണ്ടികൾ സഞ്ചരിക്കാൻ നമുക്കറിയാം. 1-2 കളികൾ കഴിഞ്ഞതിന് ശേഷം സഞ്ചരിക്കുന്നവർ പലപ്പോഴും ഉറക്കത്തിലൊക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ചില നാടക സമിതികൾ ഈ കഴിഞ്ഞു പോകാനുള്ള തത്രപ്പാടിനിടയിൽ നാടക ഉടമ തന്നെ വണ്ടി ഓടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുക. അത്യാവശ്യം ഉറങ്ങിയിട്ട് മാത്രമേ, കാര്യം അടുത്ത കളിസ്ഥലത്തേക്ക് പാഞ്ഞു പോകുന്നതിനിടയിൽ ഉറക്കം വന്നു പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്കുണ്ട്. വളരെ പ്രയാസകരമായ ഒരു കാലത്തിലൂടെയാണ് ഈ മലയാളത്തിൻ്റെ നാടകലോകം കടന്നു പോകുന്നത്. ഒരു കാലത്ത് മലയാള നാടകവേദി എന്ന് പറഞ്ഞാൽ കത്തിപ്പടരുകയായിരുന്നു കേരളത്തിൽ. പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം കേന്ദ്രമാക്കി ഒരുപാട് നാടക സമിതികൾ വന്നായിരുന്നു. ഇന്ന് ആ നാടകവേദിയിൽ പട്ടിണിയുമായിട്ടൊക്കെ നീങ്ങുന്ന ഒരു കാലം, അത് ചെറുതായി പച്ച പിടിച്ചു വരുന്നൊരു സമയത്താണ് ഈ അപകടത്തിൻ്റെ വാർത്ത നമ്മെ തേടി വന്നത്. ആദരാഞ്ജലികൾ.